ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന ജാഗ്രത. അന്വേഷണം ഊർജിതമാക്കി ദേശീയ അന്വേഷണ ഏജൻസി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്നു. ബോട്സ്വാന പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഭൂട്ടാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ തത്സമയ പ്രക്ഷേപണം നടത്തിയതിന്റെ സ്മരണയിൽ ഇന്ന് ദേശീയ പൊതുസേവന പ്രക്ഷേപണ ദിനം. G7 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ കാനഡയിലെത്തി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ. തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ. വാർത്തകൾ വിശദമായി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന ജാഗ്രത തുടരുന്നു. പ്രധാന വിമാനത്താവളങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, പൊതുവിടങ്ങൾ തുടങ്ങിയ എല്ലായിടത്തും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കേസിന്റെ അന്വേഷണം ആഭ്യന്തര മന്ത്രാലയം ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിരുന്നു. അതേസമയം സ്ഫോടനത്തിന് ഉപയോഗിച്ച കാർ വാങ്ങിയ ഡീലറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ലാൽകില മെട്രോ സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചിരിക്കുകയാണെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ചുവപ്പുകോട്ടയിലും നാളെ വരെ പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. ദേശീയ തലസ്ഥാനത്തെ സാഹചര്യം കണക്കിലെടുത്ത് ഡൽഹി വിമാനത്താവളത്തിൽ ഉൾപ്പെടെ സുരക്ഷാ പരിശോധന വർദ്ധിപ്പിച്ചു. യാത്രകൾ ഇതനുസരിച്ച് ക്രമീകരിക്കണമെന്നും വിമാനത്താവളത്തിൽ നേരത്തെ എത്തിച്ചേരണമെന്നും വിമാനത്താവള അധികൃതർ പറഞ്ഞു. സുരക്ഷാ പരിശോധനകൾ, ചെക്ക് ഇൻ നടപടിക്രമങ്ങൾ എന്നിവയ്ക്ക് അധിക സമയം വേണ്ടിവരുന്നതിനാൽ യാത്രക്കാർ സഹകരിക്കണമെന്ന് വിമാന കമ്പനികളും അഭ്യർത്ഥിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബോട്സ്വാന പ്രസിഡന്റ് ദുമു ബോക്കോയുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. നിക്ഷേപം, സാങ്കേതികവിദ്യ, ഊർജ്ജം, കൃഷി, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പ്രതിരോധം ഉൾപ്പെടെ വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് സംബന്ധിച്ച് ചർച്ച നടത്തും. ബോട്സ്വാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. അങ്കോള സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ബോട്സ്വാനയിലെത്തിയ രാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഭൂട്ടാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. ഇന്ന് തിമ്പുവിൽ സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങുകളിൽ ശ്രീ മോദി പങ്കെടുത്തു. സന്ദർശന വേളയിൽ ഭൂട്ടാന്റെ ഊർജ്ജ സംരംഭങ്ങൾക്ക് ഇന്ത്യ 4000 കോടി രൂപയുടെ വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചു. ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ഊർജ്ജ പങ്കാളിത്തത്തിലെ നാഴികക്കല്ലായ 1020 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയും ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. കാനഡയിലെ ഒന്റാറിയോയിൽ നടക്കുന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ച കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദിനെ അദ്ദേഹം അഭിനന്ദിച്ചു. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ശ്രീ എസ് ജയശങ്കർ പറഞ്ഞു. മെക്സിക്കോ, ഫ്രാൻസ്, ബ്രിട്ടൻ, ബ്രസീൽ, ജർമ്മനി, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ദേശീയ പൊതുസേവന പ്രക്ഷേപണ ദിനം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ തത്സമയ പ്രക്ഷേപണം നടത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ദിനാചരണം. 1947 നവംബർ 12 കുരുക്ഷേത്ര ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള 2 ലക്ഷത്തിലധികം അഭയാർത്ഥികളെ ഗാന്ധിജി അഭിസംബോധന ചെയ്തത്. 2001 നവംബർ 12 ദേശീയ പൊതുസേവന പ്രക്ഷേപണ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഗാന്ധിജിയുടെ വാക്കുകളിലേക്ക്. मैं रेडियो से बोलूं आपके लिए और आपके सामने तो अच्छा होगा, और पीछे जब जा सकता हूं तब जाऊं। तो मैं तो आपके पास आने की कोशिश कर रहा हूं। मैंने कुछ भी हिंदुस्तान की सेवा की है, या तो कहो कि जगत की, क्योंकि मेरे पास हिंदुस्तान और जगत कोई अनोखी चीज नहीं है। अगर हिंदुस्तान की सेवा करता हूं तो उसके मार्फत भी सारे जगत की सेवा करना, ये मेरा जीवन भर का मंत्र है. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ക്യൂബയും. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരറ്റയും ക്യൂബയുടെ ആക്ടിംഗ് വിദേശകാര്യമന്ത്രി ജെറാർഡോ പെനാവൽ പോർട്ടലും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഹവാനയിൽ വച്ചാണ് കരാർ ഒപ്പിട്ടത്. ക്രിമിനൽ കാര്യങ്ങളിൽ പരസ്പര നിയമസഹായം സംബന്ധിച്ച ഉടമ്പടിയും സാംസ്കാരിക വിനിമയവും സഹകരണവും സംബന്ധിച്ച ഒരു പ്രോട്ടോക്കോളും ധാരണാപത്രത്തിൽ ഉൾപ്പെടുന്നു. ഇൻഡോ പസഫിക് നാവിക അഭ്യാസമായ മലബാർ 2025 ഇന്ത്യ, ജപ്പാൻ, US എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഓസ്ട്രേലിയയും ചേർന്നു. 2023 ഓസ്ട്രേലിയ അവസാനമായി അഭ്യാസത്തിന് ആതിഥേയത്വം വഹിച്ചത്. സമുദ്ര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനാണ് ക്വാഡ് അഭ്യാസം ഉപയോഗിക്കുന്നത്. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ ഏകോപനവും പരസ്പരവുമുള്ള പ്രവർത്തനക്ഷമതയും ശക്തിപ്പെടുത്തുക എന്നതാണ് ക്വാഡ് അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. 2 ഘട്ടങ്ങളിലായി ഡിസംബർ 9 11 വോട്ടെടുപ്പ്. അടുത്ത മാസം 13 വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ 8ാം ദിവസമായ ഇന്നലെ വൈകിട്ട് 6 വരെ 1,15,00,000-ലധികം പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. മൊത്തം വോട്ടർമാരുടെ 42%. നവംബർ 25 ആദ്യഘട്ട എന്യൂമറേഷൻ ഫോം വിതരണം പൂർത്തീകരിക്കാനാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ്. 69% രണ്ടാം ഘട്ട പോളിംഗ്. 2 ഘട്ടങ്ങളിലുമായി ശരാശരി 66.91% വോട്ട് രേഖപ്പെടുത്തി. ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് ഇതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. 1951 से अब तक हुए सभी चुनावों में सर्वाधिक प्रतिशत वोटिंग की, जो कि लगभग 66.9% है. 1951 से लेके अब तक हुए सभी चुनावों में हमारी माताओं, बहुओं और बेटियों ने चुनाव आयोग पर पूर्ण विश्वास जताते हुए अभी तक का सबसे अधिक मतदान किया है 71%. बिहार के इन पारदर्शी और शांतिपूर्ण चुनावों ने पूरे भारत को राह दिखाई है. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 65.08% പോളിംഗ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഇന്ന് ലോക ന്യൂമോണിയ ദിനം. ഓരോ കുട്ടിയെയും ന്യൂമോണിയയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങളിലൂടെയും സാമൂഹ്യ അവബോധത്തിലൂടെയും കുട്ടികളിലെ ന്യൂമോണിയ കുറയ്ക്കുന്നതിനുള്ള പ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് ശ്രീ നഡ്ഡ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ആലപ്പുഴ മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം ഉത്സവ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. മണ്ണാറശാല ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ പൊതു അവധിയാണ്. പ്രശസ്ത സിനിമാ താരം ധർമ്മേന്ദ്രയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ധർമ്മേന്ദ്രയുടെ കുടുംബം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനും ദീർഘായുസ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും കുടുംബം നന്ദി അറിയിച്ചു. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ആഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഔഡവ സമ്പൂർണ്ണ രാഗമായ ദേശ് ഉപയോഗിച്ചാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിഹാസ സംഗീതജ്ഞൻ പണ്ഡിറ്റ് ഭീംസൻ ജോഷി ദേശ് രാഗത്തിൽ വന്ദേമാതരം ആലപിക്കുമ്പോൾ തലമുറകളിലേക്കാണ് ദേശസ്നേഹത്തിന്റെ കരുത്ത് കൈമാറ്റപ്പെട്ടത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 615 പോയിന്റ് ഉയർന്ന് 84,481-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 185 പോയിന്റ് നേട്ടത്തിൽ 25,880-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 രൂപ കുറഞ്ഞ് 92,040 രൂപയും ഗ്രാമിന് 11,505 രൂപയുമാണ് ഇന്നത്തെ വില. ബന്ധുവിന്റെ മരണത്തെ തുടർന്ന് ശബരിമല സ്വർണ്ണപ്പാളി ക്രമക്കേടിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ ചോദ്യം ചെയ്യലിന് സാവകാശം തേടി. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതിനാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാവകാശം വേണമെന്നാണ് A. പത്മകുമാർ ആവശ്യപ്പെട്ടത്. മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N. വാസുവിനെ ഇന്നലെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. 2026 നിർബന്ധമായും കണ്ടിരിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി കൊച്ചി. Booking.com തയ്യാറാക്കിയ 10 ട്രെൻഡിംഗ് ഡെസ്റ്റിനേഷനുകളുടെ പട്ടികയിലാണ് കൊച്ചിയും ഇടം നേടിയത്. ഇന്ത്യയിൽ നിന്നും പട്ടികയിൽ ഉൾപ്പെട്ട ഏക ഇടമാണ് കൊച്ചി. തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. മധ്യപ്രദേശ്, ദക്ഷിണ ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ചണ്ഡീഗഡ്, കിഴക്കൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ശീതതരംഗം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഡൽഹിയിലെ വായു ഗുണനിലവാരം ഗുരുതരമായി തുടരുന്ന പശ്ചാത്തലത്തിൽ 5ാം ക്ലാസ് വരെയുള്ള സ്കൂളുകൾ ഹൈബ്രിഡ് മോഡിലേക്ക് മാറാനും സ്വകാര്യ BS3 പെട്രോൾ, BS4 ഡീസൽ ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഇന്ന് നിരോധനവും ഏർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് കർശന ജാഗ്രത. അന്വേഷണം ഊർജിതമാക്കി ദേശീയ അന്വേഷണ ഏജൻസി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ദ്വിരാഷ്ട്ര പര്യടനം തുടരുന്നു. ബോട്സ്വാന പ്രസിഡന്റുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഭൂട്ടാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ തത്സമയ പ്രക്ഷേപണം നടത്തിയതിന്റെ സ്മരണയിൽ ഇന്ന് ദേശീയ പൊതുസേവന പ്രക്ഷേപണ ദിനം. G7 രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി S. ജയശങ്കർ കാനഡയിലെത്തി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം മറ്റന്നാൾ. തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.